സ്പീക്കർ സഭയിലെത്തിയിട്ടുണ്ട്. നിയമസഭ നടപടികൾ ആരംഭിക്കുകയാണ്. നമ്മൾ അതിലേക്ക് ചരമോപചാരം അത് കഴിഞ്ഞോട്ടെ. സർ, കഴിഞ്ഞ സഭയിലും ചരമോപചാരം വായിച്ചോട്ടെ, അത് കഴിഞ്ഞു. ചരമോപചാരം. ശ്രീ ബാബു എം പാലിശ്ശേരി, കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യവും മുൻ MLA-യുമായ ശ്രീ ബാബു എം പാലിശ്ശേരി 2025 ഒക്ടോബർ 14 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിക്കരയിലെ രാമൻ നായർ അമ്മണിയമ്മ ദമ്പതികളുടെ മകനായി 1958 മെയ് 13 ജനനം. കുന്നംകുളം നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 12-13 നിയമസഭകളിൽ അദ്ദേഹം അംഗമായിരുന്നു. 1980 DYFI രൂപവൽക്കരിച്ചപ്പോൾ കൊരട്ടിക്കരയിലെ പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന നിർണായക പങ്കുവഹിച്ചു. DYFI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി, CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഗ്രന്ഥശാല സംഘം ജില്ലാ പ്രസിഡന്റ്, CITU തൃശ്ശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം, കേരള കരാട്ടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി സാംസ്കാരിക, തൊഴിലാളി, കായിക മേഖലകളിലെല്ലാം അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉറച്ച ശബ്ദത്തോടെ അവതരിപ്പിച്ചു. നിയമസഭയിൽ ഇടപെടലുകളിലൂടെ അദ്ദേഹം കുന്നംകുളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടു. വായനയും എഴുത്തിനെയും സ്നേഹിച്ചു. സാംസ്കാരിക പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലും സഹകരണ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സൗമ്യമായ ഇടപെടൽ കൊണ്ട് എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പോലും ആദരവ് പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലളിതമായ ജീവിത ശൈലിയും ജനങ്ങളുടെ ഊഷ്മളമായ പെരുമാറ്റവും ബാബു എം പാലിശ്ശേരിയെ വേറിട്ട് നിർത്തി. ബാബു എം പാലിശ്ശേരിയുടെ വിയോഗം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തൃശ്ശൂർ ജില്ലയിലെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അച്ചടക്കവും വിനയവും കൈമുതലാക്കിയ ജീവിതം വരും തലമുറയെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും. ശ്രീ MR രഘുചന്ദ്രപാൽ, കേരളത്തിലെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ MR രഘുചന്ദ്രപാൽ 2025 നവംബർ 8 അന്തരിച്ചു. 1950 മാർച്ച് 12 തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്ത് M. രാഘവൻ നാടാർ കമലാഭായി ദമ്പതികളുടെ മകനായി ജനിച്ചു. കോവളം, പാറശാല മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ച് സഭയിൽ അംഗമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രഘുചന്ദ്രപാൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. നിയമപഠനത്തിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിൽ നിന്നും ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 1991 പാറശാല മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 91-95 കാലഘട്ടത്തിൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു. കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മന്ത്രി പദവിയിലിരിക്കെ എക്സൈസ് വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കോവള, പാറശാല മണ്ഡലങ്ങളുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തൂലമാണ്. സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം. നാടകങ്ങൾ രചിക്കുകയും അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചു. ജനകീയ നേതാവ്, മികച്ച സംഘാടകൻ, കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രഘുചന്ദ്രപാൽ നിയമസഭാ നടപടികളിൽ സജീവമായി ഇടപെടുന്ന രംഗം കൂടിയായിരുന്നു. അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. ശ്രീ KK നാരായണൻ, CPIM മുതിർന്ന നേതാവും ധർമ്മടം മുൻ MLA-യുമായിരുന്ന KK നാരായണൻ 2025 ഡിസംബർ 30 അന്തരിച്ചു. 2011 മുതൽ 16 വരെ ധർമ്മടം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2005-2010 നിലയിലും പ്രവർത്തിച്ചു. 1948 ഫെബ്രുവരി 15 കണ്ണൂരിലെ പെരളശ്ശേരിയിൽ, കൈപ്പച്ചേരിയിൽ കുന്നുംപുറത്ത് കണ്ണൻ്റെയും വാഴവളപ്പിൽ മാധുവിൻ്റെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. ലളിത ജീവിതം കൊണ്ട്, ജനകീയ ഇടപെടൽ കൊണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പോലീസ് മർദ്ദനത്തിനിരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം എന്നും നിലകൊണ്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിൽ KK നാരായണൻ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. കണ്ണൂർ AKG സ്മാരക സഹകരണ ആശുപത്രി പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം മികച്ച സഹകാരിയാണെന്ന് തെളിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം പ്രാദേശിക ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ആഴത്തിൽ അറിവുള്ള വ്യക്തിയായിരുന്നു.
സാധാരണക്കാരെ ജനങ്ങളുടെ ശബ്ദമായി നിലകൊണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. കെ നാരായണൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുജീവിതത്തിനും ജനാധിപത്യ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ്. ശ്രീ PM മാത്യു കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കടുത്തുരുത്തി മുൻ MLA ആയിരുന്ന PM മാത്യു 2025 ഡിസംബർ 30 അന്തരിച്ചു. 1991-96 വരെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. കടുത്തുരുത്തി അരുണാശ്ശേരിയിൽ PJ മാത്യു ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനായി 1950 സെപ്റ്റംബർ 30 ജനനം. കടുത്തുരുത്തി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ പതിറ്റാണ്ടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് PM മാത്യു തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSC സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു. 1991 കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 93 പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് TM ജേക്കബ് വിഭാഗത്തോടൊപ്പം ചേർന്ന അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ പ്രഥമ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സഹകരണ വികസന മേഖലകളിൽ PM മാത്യുവിൻ്റെ പങ്ക് നിസ്തൂലമാണ്. ഒഡെപെക് ചെയർമാനായും KSFE വൈസ് ചെയർമാനായും അദ്ദേഹം സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചു. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ചെയർമാൻ, റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളും അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2025 രൂപീകരിച്ച നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രയാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് 2026 ജനുവരി 6 അന്തരിച്ചു. 1952 മെയ് 20 എറണാകുളം ജില്ലയിലെ ആലുവ കൊങ്ങോർപിള്ളിയിൽ VU ഖാദറിൻ്റെയും ചിത്തുമ്മയുടെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വിവിധ ട്രേഡ് യൂണിയനുകളുടെ അമരക്കാരൻ, മന്ത്രി, നിയമസഭാ സാമാജികൻ എന്നീ നിലകൾ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. ഫാക്ടറി ജീവനക്കാരിൽ തുടങ്ങി സംസ്ഥാന മന്ത്രി വരെയായ അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയ ജീവിതരേഖയാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെത്. വിദ്യാർത്ഥി പ്രസ്ഥാനം MSFയിലൂടെയാണ് ഇബ്രാഹിം പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിൻ്റെയും നേതൃനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയായ എല്ലൂർ കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമായിരുന്നു.